ചിറ്റിൽ എന്താണ് എനിക്ക് പറയാ? നാളെ ആഷിഫ ഇവിടെ അവിടെ നിന്ന് ഇവിടം വരെ നിന്നെ കുറ്റം വിശാൽ. നിങ്ങളിതാ ചെയറൊക്കെ വാങ്ങിയേ? ഇത് വേണോ? ഇതും പിടിച്ച് നടന്നോ? ലൈസ് നോമ്പ് നോറ്റ് ലൈസ് നിന്നാ? ലയാൻ ഹായ് പറ. ഹായ് ഹായ് പറ. ആ നിങ്ങളതിൽ വീണ് പോരുതേ. എടി അശ്വ, നീ കുഞ്ഞിന് മറ്റേ ലേസ് എടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ വിഷാദം ഓർക്കുന്നു രാവിലെ മൂത്താപ്പന്റെ മോനെ ഒരു ഓരോ കയ്യിലാണ്. ഇതെന്താ പാലില്ലാതെ വയ്ക്കുക? ഞാൻ അന്നേരം പറഞ്ഞില്ല ഇവളെ കൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ കുറ്റം. പിള്ളേരും കൊച്ചു മനസ്സുള്ള വിശാലും. ആ നല്ല ഫിഷ്. വെള്ളത്തിലോട്ട് ക്യാമറ എറിയാൻ പറ. താറാവിടെ നല്ല ക്ലിയർ ഉണ്ടല്ലോ ഇത് വെള്ളത്തിൽ. ആ മീൻ തിന്നു. ഇത് കൊറേ ഉണ്ടാവും, ഇടക്കിടക്ക് പൊന്തി വരും. കാടിന്റെ ഇടയ്ക്ക് ഞാനൊരിട്ടം വന്നപ്പേ മീൻ പിടിക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബംഗാളി നിന്ന് പിടിച്ചിട്ട് എനിക്ക് കൊണ്ടെത്തില്ല. ഇങ്ങനെ ആ വേസ്റ്റ് കൊണ്ടുവന്ന് ഇതില്ലേ അതിന്റെ ഉള്ളിൽ അത് വെച്ചിട്ട് വേണോ വേണോ ഞാൻ പൈസക്ക്. ആ പൈസക്ക്. പ്രശസ്ത യൂട്യൂബർ അഫ്സൽ. അതെ അതെ. നമുക്ക് മെയിൻ കോഴ്സ് ഇല്ല, അതാണ് നമ്മളെ ഹൈലൈറ്റ്. മെയിൻ കോഴ്സ് ഇല്ലാത്തതാണ് നമ്മളെ ഹൈലൈറ്റ്. ഞാനത് തുടങ്ങിയിട്ടില്ല. നീ ഇന്നലെ 3:55 കൊണ്ട് തന്നിട്ട് ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഓഫീസിലെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹസ്ബൻഡ് വൈഫ്. എടാ ഏതെങ്കിലും ഒരു ബിരിയാണി ഇങ്ങോട്ട് വാങ്ങാം. കഴിഞ്ഞ് അരിഞ്ഞ് കഴിഞ്ഞ് വീട്ടിലെ പാത്രം കത്തി കഴുകി വെച്ച് ഇവിടെ തണുപ്പുണ്ടല്ലേ? മറിയാം കമോൺ. നോമ്പുണ്ടോ? എന്താ ഇല്ല, ഇവിടെ വരും. താറാവ് എന്താ ചെയ്യുന്നത്? കത്തി എടുത്താൽ മീനെ പിടിക്കും. അവനത് പൊരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതിൽ നിന്ന് മീൻ പിടിച്ച് പിടിക്കോ? ഒരു കണ്ണുണ്ടാവണേ. ഇരിക്കേ സമയമായി. ആകെ 11 നാളെ ഉള്ളു. ഇനി വയ്ക്കണ്ട.
അതെന്താ വയ്ക്കാത്തെ? ഇങ്ങനെ കാണിക്കേ. റസലിനെ വിളിക്കാതെ മോശമായിട്ടോ. എടാ താറാവ് എന്താ ചെയ്യുന്നേ? കുളിക്കേ വെള്ളത്തിന്നോ? ആരെ പാർട്ടിയാന്നൊന്ന് പറയണോ? എടി ചായ കുറച്ച് കൂട്ടി വെക്കത്. നിങ്ങളൊക്കെ നാട്ടിൽ അങ്ങനെയാ? ഇറാനിയൻ പാൽ ആദ്യമേ തിളപ്പിച്ചിട്ട് പിന്നെയല്ലേ പിന്നെ കോഴിക്കോട്ടോട്ട് നിങ്ങളെവിടെയൊക്കെ പാൽ തിളച്ചിട്ടല്ലേ? പാലാണ് തിളക്കേണ്ടത്. എങ്ങനെ ഇതിലേക്ക് പാല് വയ്ക്കോ? നിന്റെ വീട്ടിലും അങ്ങനെ തന്നെ, നീ കണ്ടിട്ടില്ലല്ലോ മിണ്ടാട്ടി. നിങ്ങളുടെ വീട്ടിലും ഞങ്ങളങ്ങനെയല്ല. കണ്ടന്റ് നിങ്ങളൊന്നും പറയാനില്ല. അതോ 52 മറിയത്തിന് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറിയ എന്ത് പറയും? ലേസ്. സമാധാനപ്പെടുത്തുന്ന ജിറ്റിൽ. അങ്ങനെ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുക, എന്നാലും മനസ്സിലാവുക. ചായപാത്രം കഴിഞ്ഞ് വെള്ളം പോലെ. ഞാൻ എങ്ങനെ നിങ്ങളോട് പറഞ്ഞാണോ? അപ്പൊ എല്ലാവർക്കും ഞാൻ എല്ലാം കണ്ടിട്ടാണ് പറയുന്നത്. രാജേഷേട്ടന്റെ കൂടെ നടന്ന് നിനക്ക് ഇപ്പൊ രാജേഷേട്ടനെ കൂടെ പ്രവചിക്കാൻ പറ്റുന്നുണ്ട്. ഇത് പൊട്ടിക്കാനുണ്ട്. ക്യാമറ എഴുതി നിങ്ങൾ എന്തെങ്കിലും പറയുന്ന ഇതിൽ കിട്ടാൻ വേണ്ടിട്ട് പറയ എന്തെങ്കിലും. ആന്നില്ല ഇപ്പൊ ഫുള്ളാ. രണ്ടേമുക്കാലിട്ട് പാല് പോയി. ചായക്ക് കളർ പഠിക്കാൻ വേണ്ടി വന്നേ. പച്ച പഞ്ചസാര അല്ല, പച്ചപ്പാലില് പഞ്ചസാര ഇട്ടു. ഇനി അത് ചൂടായ മതി ചായ. ആഷിഫാന്റെ ഉമ്മ എന്താ പറയാ അറിയോ? മക്കള് പട്ടിണി ആവണ്ട വെച്ചിട്ടാണ് ഉമ്മാമാനെ കൊണ്ടുവന്നത്. കുക്കറിൽ ചായയുടെ കറിയുള്ളൂ. എനിക്ക് വീട്ടിലൊരു പാത്രം മാത്രമേ ഉള്ളൂ, കുക്കർ. അതിനകത്ത് ചായ തോരൻ ഇനിയിപ്പോ എന്ത് ചെയ്യേ? ഇടികൊണ്ടെന്ത് പറ്റേ? അല്ലേ തൽക്കാൻ ടൈം എടുക്കില്ലേ? ചായ ഉണ്ടാക്കി. ജ്യൂസ് കുടിക്കില്ലല്ലോ. എന്തൊക്കെ ആൾക്കാർ നീ ഒന്ന് നോക്കടാ. എനിക്കറിയില്ല എന്തൊരു കഴിയുന്ന മണം വരുന്നേ.
ആഹാ സ്റ്റാർട്ടിങ് സ്ട്രോബെറി ഇല്ല. സ്ട്രോബെറി ഉള്ള ഡേറ്റ്സ്. ഓ ചല്ലേ സ്ഥലം മാറി. ഇവളെന്താ ഒരു ദിവസം 2 നോമ്പ് കുടിക്കാൻ പോകുന്നു? ഇവിടെ തുറക്കുന്നില്ലല്ലോ. ഇതൊക്കെ കഴിച്ചാ നീ കഴിച്ചോക്കോടായിട്ട് കഴിച്ചോളൂ. ഞാനൊന്നും നിർബന്ധിക്കല്ല. എടി നിന്റെ കൊച്ചു നീ ഞാൻ പറഞ്ഞതൊന്നും കഴിക്കൂല. എന്താ നിനക്ക് അറിയില്ല എന്ത് പറ്റിയാണ്. നിങ്ങൾ ആരെയും പരിചയമില്ലായിട്ടാണ്. പിന്നെ ആരെയാ പരിചയമാക്കിയത്? നമ്മളവിടെ വരുന്ന സമയത്ത് ഞാൻ ആ കൊച്ചിനോട് ഒന്നും ചെയ്തില്ല. വരുമ്പോ നല്ല സൂപ്പറായിട്ട് മാറ്റി ഇപ്പൊ പറഞ്ഞപ്പോ പരിഹാരം ശരി തന്നെ. ആ വാതിന്റെ അവിടെ ഇരുന്നപ്പോഴൊക്കെ നല്ല സന്തോഷം. ഞാൻ കാരണം എന്തെങ്കിലും പറഞ്ഞിട്ടോ? ഇല്ലല്ലോ. ഞാൻ എന്റെ പിള്ളേരെങ്ങനൊന്നും പറയാറില്ല. എന്താ ബേസ് ഉണ്ടല്ലേ? ബേസ് അല്ല ആ കൊച്ചു കൊച്ചങ്ങനെ മുന്നോട്ടെ. ഇത് കുറച്ച് കൊയ്ക്കറി ചായപ്പൊടി കരിയൊന്നുമില്ല. കരിയാൻ മാത്രം ഓർക്കുണ്ടാവുന്നു. ആരും അടിച്ചിട്ടില്ല, തച്ചിട്ടില്ല. എന്ത് പറ്റി പറയാ? ചോദിച്ചല്ലോ. പറയാ വേണേ കഴിച്ചിട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് വിശക്കുന്നെന്ന് പറഞ്ഞാ ഞാൻ ഒന്നും തരില്ല. ഇരിക്കും എന്തെങ്കിലും തരി. അതങ്ങ് ഓഫാക്കിയേക്ക്. ഇങ്ങോട്ട് എന്തായാലും ചായ ആവും. എന്നാണ് ചായ? പറയാ സൂപ്പർ സമൂസ വേണേ കഴിച്ചോ. ഓക്ക് പറ്റിയ ആരും ഉമറും അമ്മും ഭയങ്കര കമ്പനി. ഓക്ക് പറ്റിയ ആരും ലേറ്റാണ്. വേറെ ഞാനോ സജിന വന്ന് കമ്പനി അടിക്കടി. പാർക്ക് കൊണ്ടോ? ഞാൻ പാർക്ക് കൊണ്ടോ? അതെന്റെ ടോണ. അയ്യോ അത് യൂട്യൂബ് ഇതൊക്കെ കട്ടിയണം കേട്ടോ. അഫ്സല് മറ്റോ ഇട്ടോട്ടോ. ജോജി മറ്റേ കാര്യം പറഞ്ഞേ. നാളെ വരുമ്പോ ആശുപത്രി പേപ്പർ ടെർമിനേഷൻ. അപ്പൊ ഞാനൊരു ലെറ്റർ എഴുതും പോയോ. നാളെ ഒരു മെയിൽ വരും. നമ്മളെ ചായ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ലേസിന്റെ പ്രശ്നമൊന്നല്ല. ലേസൊക്കെ കൊണ്ടുവന്നപ്പോ തേക്കാത് ഞാൻ കാട്ടിട്ടുണ്ട്. നമ്മളെ കണ്ടിട്ട് പേടിയുണ്ട്. ജ്യൂസൊക്കെ മാറ്റി അവക്കാടെ പിടിച്ചോക്കെ. ചോദിച്ചോക്ക് എന്താ ചടപ്പിച്ച് അമ്മ ഓളോട് മിണ്ടിട്ടില്ല. അമ്മ ഓളോട് മിണ്ടിയില്ലേ? അമ്മ മൈൻഡ്
കുറെ അങ്ങോട്ട് നിൽക്കുന്നുണ്ട്, കുറെ ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്. ചായ റെഡിയാക്കാൻ നോക്കാം. അഭിമാന പ്രശ്നമാണ്. കുറെ കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഒരു വിത്തൗട്ട് സ്ട്രോങ്, ഇത് ലൈറ്റ്. ഇനി വിത്ത് വേണം, വിത്തൗട്ട് വേണം. നിങ്ങൾ ജയതി പറഞ്ഞല്ലോ ഇത് സ്ട്രോങ് കേട്ടോ ചായ പഞ്ചസാര വേണ്ടവരൊക്കെ അപ്പോ ഓഫ് ചെയ്ത് ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ. കുട്ടികളെ നോക്കുന്ന ഒരു കുടുംബത്താണ്. അറിഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചെ ഇതാണ് നിന്റെ പ്രശ്നം. അതിനൊന്നും കൊടുത്തു മെച്ചൊക്കെ കൊടുത്താൽ നമ്പർ വിളിച്ചേന്. നീ തന്നെ അല്ലാതെ വേറെ ആരും പേടിപ്പിച്ചു. സിനിമാമൻ പേടിപ്പിച്ച വരുന്നില്ല. ഇന്നല്ല പറ്റായി. ഇതിപ്പം പറഞ്ഞു പറഞ്ഞ ആഴ്ച കാര്യമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടാണ്ട് പോകും. അമ്മ ഒരു ഹായ് പറയും. എന്തോ ആരും ലൈറ്റ് അത് പറഞ്ഞു അന്ന് ഒറ്റ കാട്ടിയോ ഇപ്പം കാര്യം പറഞ്ഞ ഇപ്പം റെഡി ആയിരിക്കും. ലൈസ് കിട്ടാണ്ടാണോ? ലൈസ് ഇട്ടാ ഇവിടെ തല്ലണോ? എന്താ വേണ്ടേ? കുളത്തിലെടുത്തിരണോ ഇവിടെ? എന്ത് പറഞ്ഞാലോ സഞ്ചരിച്ചാണോ? എന്താ വേണ്ടേ? ഡാൻസ് കളിക്കുന്ന കാണണോ? ഇപ്പം കളിക്കും. വെള്ളം കിട്ടില്ല. ഞാൻ ഒന്ന് പറയുന്നത് ആവശ്യത്തിന് പറയണം. അച്ഛനെ ഒത്തിരി മിണ്ടണം. ഇന്നത്താണ് പ്രശ്നം. കൊച്ചിനെ കയറി മറ്റേ അവരാണെന്ന് വിളിച്ചാൽ പിന്നെ കൊച്ചിനെ അല്ലെന്ന് കുടുംബ പ്രശ്നം കൂടി വരും. വീഡിയോ ആയിട്ട് ഇറങ്ങും. ചർച്ചയാകും ന്യൂസിൽ. വീഡിയോ എടുക്കുന്നുണ്ടോ? വീഡിയോ എടുക്കുന്നു കാണും. ഇവിടെ വീഡിയോ വേറെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ
ഫുഡില്ല ഇല്ലല്ലോ അറിയട്ടല്ലോ ആണ്ടായിരിക്കുന്നതാ ചായ കുടിക്കല്ലാരും ചായ കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചായയാണോ ഞങ്ങൾ കുടിച്ച് നോക്കിയിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ ഇതുള്ളതുകൊണ്ട് വേറെ ടേസ്റ്റ് വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാകും. നിന്റെ ഐഡിയ കാലിക്കറ്റ് സ്പെഷ്യലിറ്റിയാണ്. എടാ കുറച്ചും കൂടി ഊറ്റാൻ പോകണ്ട അത് മക്കളുടെ തലയ്ക്കാ ഊറ്റിയ മറക്കാതെ അതുകൊണ്ടാ ചായ പോയത് രണ്ട് ടൈപ്പാണോ അധികം പാരാ അതാണ് എൻ്റെ കഴിവ് എല്ലാവർക്കും വേണമെന്ന് അറിയില്ല ചായ 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 വേണോ? കടുപ്പില്ല അതാണ് ഇത്ര നടക്കില്ല ആ പുള്ളി ഇരിക്കില്ല. ഏതാ മധുരമുള്ളത് ഇല്ലാത്തോ? അങ്ങനെ ഒരാൾ കൊടുത്തോ അല്ലേ രണ്ട് ഗ്ലാസ് മാറ്റി ലൈറ്റ് ചെയ്യാം കേട്ടോ ലൈറ്റ് ഗ്ലാസ് മാറ്റിട്ട് കടുപ്പിള വരുന്നുണ്ട് അടുത്ത് കുറച്ചിട്ട് കടുപ്പിള വരുന്നു പൊള്ളിയില്ല നീ കുറച്ച് മാറി നിന്നിട്ട് തിരുമ്പോ ഉറക്കമാണോ? ആ ഗ്ലാസ് അടിക്കാം ഗ്ലാസ് തന്നു കുടിച്ചു നോക്ക് നീ എന്നിട്ട് കുറച്ച് ശരി ഇനി ആർക്കാ ചായ ഇട്ടുള്ള സ്ട്രോങ് ഇല്ലാത്ത ചായ നല്ല സ്ട്രോങ് ഉണ്ട്. മധുരം കുറവായിട്ട് ഒരു പാത്രം ഇത് എങ്ങനെ ഇനി ആർക്കാ ഇട്ടുള്ള ഒരു പാത്രം സ്ട്രോങ് അല്ലാത്തോണ്ടല്ലോ സ്ട്രോങ് ഉള്ളതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും കിട്ടി ആലോചിക്കുന്നതല്ലേ ഉണ്ടല്ലേ അടിപൊളിയാ ഫസ്റ്റ് ഞാൻ കറക്റ്റ് ചായ ഉണ്ടാക്കി. അപ്പൊ ജിറ്റില് പറഞ്ഞു എല്ലാവർക്കും മതിയോ വെള്ളമാണ് കുടിച്ചത്. അപ്പൊ ഞാൻ പാല് കൊടുത്തു അടച്ചോ അല്ലെങ്കിൽ മറ്റേ കാടിവെള്ളത്തിൽ മല പിടിക്കില്ല ചായ കുടിച്ചോ ഇല്ല ഞാൻ കളഞ്ഞു മറ്റേ ചായ ഈ ചായ മിക്സ് ആക്കടാ. നല്ല ചായ ലൈറ്റ് ചെയ്യാം എനിക്ക് കിട്ടിയില്ല. കിട്ടില്ല നിനക്ക് വേണം ചായ സജന കിട്ടിയ എന്നാലും ആഷിഫാന്റെ ചായക്ക് എന്താ പ്രശ്നം എന്ന് അറിയണത്. ചായ നല്ല ചായ കുടിക്കാത്ത